സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വീടിന് സമീപത്തെ മരച്ചൂട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അകമലവാരം സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു ആനയുടെ ആക്രമണം. പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ലോക്കോട്ട് റേഞ്ചിലെ ചേനത്ത് നായർ റിസർവിൻ്റെ ഉള്ളിലാണ് സംഭവം ഉണ്ടായത്. അവരുടെ വീടിൽ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. ഇവർ പുറത്താണ് രാത്രി കിടന്നുറങ്ങിയത്. പുലർച്ചെ വരെ അവിടെ സൗണ്ട് കേട്ടതൊക്കെ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ചന്ദ്രനും സുഹൃത്തുക്കളും ചേർന്ന് സുഹൃത്തുക്കളാണ് അവിടെയാണ് ഇവർ കിടന്നത്. പായയും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ബോഡി കഴിഞ്ഞ് പിന്നെ മറ്റേ ആൾക്ക് ഓർമ്മയില്ല. ഇവർക്ക് ആന വന്നിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടൊന്നും മറ്റുള്ള 2 പേർക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചത്. അനിമലിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ടീമുണ്ട്, RRT ടീമുണ്ട്. അവർ പരിശോധിക്കുന്നുണ്ട്, കാട്ടിനുള്ളിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആനയൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നത് ഡാമിൽ നിന്ന് കയറി വന്ന ആനയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫെൻസിംഗ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പ്രൈവറ്റ് സ്ഥലത്തേക്ക് കൂടെ കയറി വന്നിട്ടാണ് അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. അതായത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല അറ്റാക്ക് ചെയ്തതാണ്, ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഡാമിൻ്റെ അവിടെ നിന്ന് കയറി വന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിപ്പോയി. ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഈ ആന സ്ഥിരമായിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണോ അദ്ദേഹം കിടന്നുറങ്ങിയത്? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ ഏകദേശം 3:50 കൂടിയാണ് പാലക്കാട് മലമ്പുഴ വെള്ളെഴുത്താംപൊറ്റെ മേഖലയിൽ വെച്ച് ആദിവാസി ഉന്നതിയിലെ ഈ ചന്ദ്രനെ കാട്ടാനെ ആക്രമിക്കുന്ന ചന്ദ്രനും 2 സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പുളിമരത്തിന് താഴെ കിടന്നുറങ്ങുകയായിരുന്നു. ഈ കനത്ത ചൂട് കാരണം ആ മേഖലയിലുള്ള പല ആളുകളും ഇങ്ങനെ വീട്ടുമുറ്റത്തൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ സ്ഥിരമായി കിടക്കുന്ന ആ മേഖലയിൽ തന്നെ ചന്ദ്രനും സുഹൃത്തുക്കളും കിടക്കുന്നതിനിടയിലാണ് പുലർച്ചയോടുകൂടി ആന വരുന്നത്. ഈ 3:50 പിന്നീട് ചന്ദ്രനെയും ഈ നിലവിളിയെല്ലാം കേട്ട് പിന്നീട് ബന്ധുക്കൾ വീടിന് വെളിയിലേക്ക് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രനെ ഈ കാട്ടാന ആക്രമിക്കുകയും പിന്നീട് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതായി കാണുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ പിന്നീട് ബന്ധുക്കൾ ശബ്ദമുണ്ടാക്കിയതോടുകൂടി ആന ഈ മേഖലയിൽ നിന്ന് മാറുകയും ചന്ദ്രനെ പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് ചന്ദ്രന്റെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ചന്ദ്രന്റെ ബന്ധു ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ചേർന്നാണ് ചന്ദ്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളാണ് സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണ്. ആനയൊക്കെ വരാറുണ്ട്. ആന വരാറുണ്ട്. അവിടെ ആന ഉണ്ടെന്നും അറിയാം. കിടന്നുറങ്ങായിരുന്നു. ഉറങ്ങുമായിരുന്നു. വെളുപ്പിന് 4 മണി ആയതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അറിഞ്ഞില്ല, ആന വന്നാൽ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ നിലവിളിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് വെളിയിൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് ആന അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആന അങ്ങനെ നിലവിളിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആന ശ്രദ്ധിച്ച് ഈ പുള്ളി കിടക്കണം ഞങ്ങൾ കണ്ടില്ല. പുള്ളി ഒരു സൈഡിലായിരുന്നു കിടന്ന് അവിടെ നിന്ന് മാറി. ഇതൊന്നും ഞങ്ങൾ നോക്കിയില്ല. അപ്പോൾ ആന നിൽക്കണതുകൊണ്ട് നമ്മൾ ആനനെ ടോർച്ച് അടിച്ച് നോക്കി നിന്നു. പിന്നെ ആന മാറിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പുള്ളീനെ നോക്കുമ്പോഴാണ് പുള്ളി ഒരു സൈഡ് കിടക്കുന്നത്. ഈ മലമ്പുഴ മേഖലയിൽ സ്ഥിരമായി ഈ കാട്ടാനകൾ ഇറങ്ങുന്ന സമയത്തെല്ലാം നാട്ടുകാരും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം ഒരുപോലെ പറയുന്നത് ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അത് ആക്കാത്തതാണ് ഇപ്പോൾ വീണ്ടും മലമ്പുഴ മേഖലയിൽ ഒരു ജീവൻ കൂടി നഷ്ടമാകാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഗോകുൽദാസ് ചേരുന്നുണ്ട്. ഫെൻസിംഗ് ഉള്ള മേഖലയിലൂടെ എല്ലാം ആന ഇറങ്ങി എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡാമിൽ നിന്ന് കയറിപ്പോയതായിരിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. ഡാം ആനയെ വളർത്തേണ്ട സ്ഥലമല്ലല്ലോ. ഡാമിൽ നിന്ന് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ആന ഡാമിൽ ഉണ്ടായി എന്ന വിവരമുണ്ട്. അത് ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് വേണം കണക്കാക്കാൻ. സെൽഫ് ഇൻക്രിമിനേഷനാണ് അത് നടത്തുന്നത്. കാരണം ഡാമിൽ വെള്ളം ശേഖരിക്കാനുള്ളതാണ്. ഡാമിന്റെ ഉള്ളിൽ പാടില്ല എന്ന് പറയുന്നത്. നേരത്തെ 3 പശുക്കളെ ഡാമിൽ നിന്ന് പുലി പിടിച്ചു. ഞങ്ങൾ സ്പോട്ടിൽ പോയിട്ടാണ് കാണിച്ചു കൊടുത്തത്. ആളുകൾ അറിയില്ല, ഞങ്ങൾ തെരഞ്ഞാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഡാമിന്റെ ഉള്ളിൽ നിന്ന് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഗുരുതരമായ നിലയിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നാണ് അർത്ഥം. വനത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ല. എന്തുകൊണ്ട് ഡാമിന്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, വെള്ളം ഇറങ്ങിയ സമയത്ത് സഞ്ചാരികൾ ധാരാളം വരുന്നുണ്ട്. ഡാമിന്റെ ഉള്ളിലൊക്കെ അവർ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാമിന്റെ ഉള്ളിൽ ആന ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ലൈഫ് ത്രെട്ടണിങ് അല്ലേ? ദേ നോ എവരിത്തിങ്. അവർക്ക് ഫെൻസിങ്ങിന് വേണ്ടി 2 വർഷമായി അവിടെ വലിയ രീതിയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും സ്ഥിരമായി ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഇഷ്യൂ വെച്ചിട്ട് നമ്മൾ സ്ഥിരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഡാമിൽ പിന്നെ ഇവിടുത്തെ 10ാമത്തെ മരണ ആ മേഖലയിൽ 3 പഞ്ചായത്തുകളിലായിട്ട് 10ാമത്തെ മരണം. സ്ഥിരമായിട്ട് സമരമുണ്ട്. റെയിൽ ഫെൻസിംഗ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു കാട്ടാന എന്നുള്ളതാണ് ഇക്ബാൽ ഇറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്നും. വളരെ ദുഃഖകരമായ ഒരു സംഭവമായി.